ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ തമിഴിലെ റിവ്യൂ ആയിട്ടോ പറയാൻ പോണത്. അങ്ങനെ തമിഴിലാണെങ്കിൽ നമ്മുടെ അനു അലോകും തമ്മിലുള്ള പ്രണയം നല്ല തകർപ്പനായിട്ട് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. വേറൊന്നല്ല, രണ്ടുപേരും കയ്യോട് പൊക്കി നമ്മുടെ ആകാശും അതുപോലെ തന്നെ ആനന്ദും കൂടിയിട്ട് രണ്ടുപേരും കൂടി സിനിമക്ക് പോയപ്പോ കയ്യോടെ പൊക്കുവാണ് ആനന്ദ്. എന്റെ റോട്ട് വെച്ചിട്ട് നന്നായിട്ട് അടി കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുക്ക്. ശേഷം വീട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പറയുമ്പോഴേക്കും ബാലന്റെ കണ്ണുകൾ നിറഞ്ഞു പോവാട്ടോ. കാരണം ബാലന് രണ്ട് ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മുടെ അനുവിനെ ഒരു IAS കാരിയാക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആര്യനെ ഒരു IAS കാരനാക്കുക. ഇത് രണ്ടുമായിരുന്നു ആഗ്രഹം. ആര്യന്റെ ആഗ്രഹം നമ്മുടെ ബാലൻ വിട്ടുകളഞ്ഞതാണ്. ഇനി ആകെ അനുവില് മാത്രമേ നമ്മുടെ ബാലന് പ്രതീക്ഷ ഉണ്ടായുള്ളൂ. അപ്പോഴത്തെ അനുദേ അപ്പുറത്ത് അത് തന്റെ ശത്രുവായിട്ടുള്ള ഒരാളുടെ മോനെ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നൊക്കെ അറിയുമ്പോ ബാലന് ദേഷ്യം വരണം. ഗോമതിക്കും ദേഷ്യം വന്നിട്ടോ. ഗോമതി നമ്മുടെ ഒരുപാട് അടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അനുവിന്റെ ബാഗ് തട്ടിപ്പറിച്ച് വാങ്ങിക്കാണ്. ഇങ്ങോട്ട് താടി, നിന്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാഗ് തട്ടിപ്പറിച്ച് വാങ്ങിക്കുമ്പോ അതിൽ കുറെ ലവ് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ട്. പിന്നെ അതിലൊരു ഫോട്ടോ കാണുവാണ്. അത് ഫ്രെയിം ചെയ്ത ഫോട്ടോയാണ്. അലോകും അനുവും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് കാണുന്നത് ഗോമതി പൊട്ടിത്തെറിക്കാണ്. രണ്ടുപേരും നിക്കണ നിൽപ്പ് കണ്ടില്ലേ? ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് രണ്ടുപേരുടെ നിപ്പ്. അപ്പോ ഇവിടെയും വരെയായി കാര്യങ്ങളല്ലേ. അതും ഫോട്ടോ എടുത്തിരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ വീടിന്റെ പുറത്ത് വെച്ചിട്ടാണ് ബാലേട്ട ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവളുടെ ധൈര്യം ഒന്ന് നോക്കിക്കേ എന്ന് പറയാണ്. ബാലനാണെങ്കിൽ ആകെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ബാലൻ അങ്ങനെ ഗോമതിരത്ത് പറയണ്ടേ, എന്തായാലും അലോകിനെ കൊണ്ട് ഞാൻ ഇവളെ കല്യാണം കഴിപ്പിക്കില്ല. അതിനേക്കാൾ നല്ലത് ഇവളെ കല്യാണം കഴിപ്പിക്കാതെ ഇവിടെ തന്നെ ഇരിക്കണതാണ്. ഒരു കാര്യം ചെയ്യാം, ബന്ധത്തിൽ ഒരു പയ്യനുണ്ടല്ലോ, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് പറയാണ് ബാലൻ. അങ്ങനെ ആ പയ്യൻ വന്നിട്ട് പെണ്ണ് കാണുന്നുണ്ട്. നമ്മുടെ അനുവിനെ കണ്ടിട്ട് ആ പയ്യനെ ഭയങ്കര ഇഷ്ടപ്പെടുവാണ്. ആ പയ്യൻ നല്ലൊരു മര്യാദക്കാരനാട്ടോ. പക്ഷെ അവരുടെ ആ അമ്മ ഭയങ്കര സാധുനാണ്. അവരിടക്കിടക്ക് നമ്മുടെ ഗോമതിയുടെ വീട്ടിലേക്ക്, അതായത് ഭാര്യയുടെ വീട്ടിലേക്ക് വന്നിട്ട് സ്ത്രീധനം എത്രയാണ് തരുന്നത്, സ്ത്രീധനം എത്ര തരുമായിരിക്കും, അതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത് കേട്ടോ. അപ്പൊ അവർക്കും ചെറിയ മുഷിച്ചിലൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും ആവട്ടെ, അലോകിനെ കെട്ടണേക്കാളും നല്ലതല്ലേ എന്ന് വെച്ചിട്ട് നമ്മുടെ അനുവിന്റെ ആ ഒരു പയ്യന്റെ വിവാഹം ഉറപ്പിക്കുകയാണ്. അതേസമയം നമ്മുടെ ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ തന്നെ ആനന്ദ് കണ്ടുപിടിച്ചിട്ടോ. ആനന്ദ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത്, ആനന്ദ് വീട്ടിലേക്ക് വരുവാണ്. എന്നിട്ട് നമ്മുടെ ദേവി എടുത്ത് ചോദിക്കണ്ടേ, ദേവി ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? എന്താ ആനന്ദേട്ടാ? ആനന്ദേട്ട എന്നോട് എന്താ ആനന്ദേട്ട പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞതില്ലേ, നീ പഠിച്ച സ്കൂളും നീ പഠിച്ച വർഷവും നിന്റെ നീ പഠിച്ച ഹൈസ്കൂൾ അതുപോലെ തന്നെ കോളേജ് എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് മെസ്സേജ് അയച്ചു നിന്നോട് പറഞ്ഞതില്ലേ? നീ അതൊന്നും ചെയ്തില്ല. എന്താ ദേവി നീ അതൊന്നും ചെയ്യാത്ത? നീ അതൊക്കെ മറന്നു പോയതാണോ? അത് നീ മനഃപൂർവ്വം അയക്കാത്തതാണോ? നീ പഠിച്ച കോളേജിന്റെ പേര് എനിക്ക് ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കണം. ഞാൻ കടയിലേക്ക് പോവാണ്, നീ പേര് മെസ്സേജ് അയക്കുക. ഞാൻ നിന്റെ കോളേജിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറയാണ്. ശരി ഞാൻ അയക്കാം എന്ന് ദേവി പറയണ്ട്. ദേവി അങ്ങനെ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകെ വിഷമിച്ചിരിക്കാട്ടോ. ദേവി അയക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിലേക്കേ അറിയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ മിത്രനെ കുറിച്ചിട്ട് ഇങ്ങനെ മിത്രനെ പഠിപ്പിക്കുന്ന സമയത്ത് മിത്രക്ക് ഫീസ് കുറച്ച് കൂടുതലാവുന്നുണ്ട്. ആ സമയത്ത് ആര്യനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം എക്സാമിന് ഫീസ് അടക്കണം. അപ്പൊ ഗോമതിരത്ത് ആര്യം ചോദിക്കുന്നുണ്ട്, അമ്മ ഫീസ് ഇങ്ങനെ വേണം, എന്റെ കയ്യിൽ തികയില്ല പൈസ, അവൾക്ക് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഫീസ് വേണമെന്ന് പറയണം. ബാലൻ പറയണ്ടേ, എന്താണ് ബാലനെ പഠിപ്പിച്ച് വലിയ IAS കാരി ആക്കണോന്നൊക്കെ നീ പറഞ്ഞതാണല്ലോ, എന്നിട്ടെന്താ ബാലനെ പഠിപ്പിക്കാനുള്ള പൈസയൊന്നും നിന്റെ കയ്യിലില്ലേ? എടാ എന്തെങ്കിലും വാക്ക് പറയുമ്പോഴേ അത് പ്രാവർത്തികമാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കഴിവോ കാര്യങ്ങളോ നിന്റെ കയ്യിൽ വേണം. അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇതിപ്പോ നിങ്ങളെയും പഠിപ്പിച്ച് ഇപ്പൊ കേറി വന്ന പെണ്ണിനെ ഞാൻ തന്നെ പഠിപ്പിക്കണോ എന്ന് ചോദിക്കാണ് ബാലൻ. നമ്മുടെ ആര്യം പറയണ്ട്, അച്ഛാ ഞാൻ അച്ഛനോട് ഒന്നും ചോദിച്ചില്ലല്ലോ, നോക്ക് ഞാൻ പണിയെടുത്ത് പൈസ ഞാൻ തരാം. പക്ഷെ ഇപ്പൊ അവൾക്ക് ഫീസ് അടക്കാൻ വേണ്ടി പൈസ വേണം, എങ്കിൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി അമ്മയടുത്ത് പൈസ കടമായിട്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ അവളെ പഠിപ്പിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കും. എനിക്ക് നാളെ അടുത്ത മാസം ആകുമ്പോഴേക്കും പൈസ കുറച്ച് കൂടുതൽ കിട്ടും, അന്ന് ഞാൻ ഈ പൈസ തിരിച്ചു തന്നോളാം എന്ന് പറയാണ്. ഓ അപ്പൊ നീ പലിശക്ക് പൈസ എടുക്കുന്ന രീതിയിലേക്കാണോ കടം ചോദിച്ചത് എന്ന് ബാലൻ ചോദിക്കുമ്പോ, അച്ഛൻ എന്ത് വേണമെങ്കിൽ കരുതിക്കോ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടിട്ടാണ് എന്ന് പറയാണ്. ഗോമതി പൈസ കൊടുത്തു, നമ്മുടെ ഭാവിയിൽ IAS മരുമോളെ പഠിക്കാനായിട്ടല്ലേ. എന്ത് പറയാനാ, ചിലപ്പോ മിത്ര IAS ആവുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആര്യൻ പറയണ്ടേ, വെറും മിത്ര IAS അല്ല, മിത്ര ആര്യൻ IAS എന്നായിരിക്കും അറിയപ്പെടുന്നത്. അതും ദേവമംഗലത്തു നിന്നുള്ള ഒരാള് IAS ആവണമെങ്കിൽ അതെന്റെ മിത്ര തന്നെയായിരിക്കും എന്ന് ആര്യൻ ഉറപ്പിച്ചു പറയാണ്. ബാലൻ പറയണ്ട, ഓഹോ നിനക്ക് അത്ര ആത്മവിശ്വാസമാണോ? നിന്റെ ഭാര്യ പഠിച്ച IAS കാര്യമാവും നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോ, അതെ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അവൾക്ക് നന്നായിട്ട് അറിയാം. അവളല്ലെങ്കിലും എന്നെ കളന്നിട്ട് പഠിക്കുന്ന കുട്ടി തന്നെയാണ്, അത് ഒരു സംശയമില്ല. കോളേജിൽ അവള് നന്നായിട്ട് പഠിക്കും, കോളേജിലെ ഹയസ്റ്റ് മാർക്കും അവൾക്ക് തന്നെയാണ്. പിന്നെ ഞാനിപ്പോ കഷ്ടപ്പെടുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടും അവൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളിപ്പോ പഠിക്കണത്. അവൾക്ക് IAS കാര്യമാവണമെന്ന് അവൾക്കും വാശിയാണ്.
അവളും ഇപ്പൊ ആ വാശി തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ നോക്കിക്കോ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഈ ദേവമംഗലത്ത് ഒരു ബോർഡ് തോക്കും. നോക്കിക്കോ, നമ്മുടെ മിത്ര ആര്യൻ IAS കൊണ്ട് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതുന്ന ഒരു ബോർഡ്. അങ്ങനെ അങ്ങ് ഒരു ബോർഡ് വരുവാണെങ്കിൽ ഞാൻ നിന്നെ സമ്മതിക്കാടാ. ഞാൻ നിന്റെ അടിമയെ പോലെ ജീവിക്കാം. അച്ഛൻ ഒരിക്കലും എന്റെ അടിമയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛൻ എന്നെ സ്നേഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അച്ഛൻ മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു, എന്നെ മാത്രം എപ്പോഴും അകറ്റി നിർത്തുമായിരുന്നു. അത് നിന്റെ തോന്നലാണ്. എടാ, അച്ഛനമ്മമാർക്കും എല്ലാ മക്കളും ഒരുപോലെയാണ് എന്ന് ബാലൻ പറയുമ്പോ ആരെയും പറയണ്ട. ഇല്ല, അച്ഛനെ തെറ്റി. ചില അച്ഛനമ്മമാരുണ്ട് വേർതിരിവ് കാണിക്കും, മക്കളുടെ കാര്യത്തിൽ നന്നായിട്ട് വേർതിരിവ് കാണിക്കും. അച്ഛനെ മുമ്പോട്ടെ എല്ലാ തെറ്റും എന്റെ തലയിലേക്ക് ഇട്ടുവെക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം, അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആനന്ദേട്ടനെയാണ്. അത് കഴിഞ്ഞിട്ട് അനുമോളെ, അതുപോലെ തന്നെ ആകാശ്, അതുപോലെ തന്നെ അനിയത്തി, എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ മാത്രം അച്ഛന് ഇഷ്ടമല്ല. അത് നീ തറുതല പറയണത് കൊണ്ടിട്ടാണ്. ഞാൻ തറുതല പറയണതല്ല അച്ഛൻ പറഞ്ഞേക്കാം മറുപടി ഞാൻ മാത്രമേ പറയുള്ളൂ. ബാക്കിയെല്ലാവരും പേടിച്ചു നിൽക്കും. നിനക്ക് പേടിയില്ല, അതന്നെയാ കുഴപ്പം. കഷ്ടപ്പെട്ട് ഞാൻ നിന്നെ പഠിപ്പിച്ചു, കോളേജിലാക്കി പഠിപ്പിച്ച് അഡ്മിഷൻ മേടിച്ച് പഠിപ്പിച്ചു. എന്നിട്ട് നീ IAS കാരനായോ? ഇല്ലല്ലോ. എന്നിട്ട് നീ നിന്റെ ഭാര്യയെ IAS കാരിയാക്കാൻ പോണ്. ആരെങ്കിലും ആയാ മതി. നാളെ സമയത്ത് ഈ വീട്ടിൽ IAS കാരി ഉണ്ടായാ മതി. എനിക്ക് അത്രയുള്ള ആഗ്രഹം. എന്നാ അച്ഛൻ നോക്കിക്കോ, ആ ആഗ്രഹം സാധിച്ചിരിക്കും. മിത്ര IAS കാരി ആയിരിക്കും. അതിന് അവൾക്ക് എവിടെ പഠിക്കാൻ സമയം? ഒന്നാമത്തെ കാര്യം, ട്യൂഷൻ എടുക്കുന്നു, രാവിലെയും വൈകിട്ട് ട്യൂഷൻ എടുക്കുന്നു, ഒരു കുറച്ച് ബാക്കി സമയം കോളേജിൽ പോകുന്നു, ഒരു കുറച്ച് സമയം മാത്രം രാത്രി ഒന്ന് പഠിക്കും. അത് പഠിച്ചുകൊണ്ട് എന്താ കാര്യം? അവൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞത് മനസ്സിലായി കഴിഞ്ഞാൽ അവൾക്ക് അത് ബൈ ഹാർട്ടാണ്. അവൾ ആ കാര്യങ്ങൾ തലയിൽ കറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കും. അതുകൊണ്ട് അവൾക്ക് ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ മതി. അവള് അച്ഛൻ വിചാരിക്കണ പോലെയൊന്നും അല്ല. ഇവിടെ അങ്ങനെയൊക്കെ പാവത്തിനെ പോലെ ഇരിക്കുകയാണെങ്കിൽ പഠിത്തത്തിന്റെ കാര്യത്തിൽ അവൾക്ക് ഒരു വിട്ടുവീഴ്ചയും അവള് ചെയ്യില്ല. അവള് സ്കൂളിൽ തൊട്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എന്റെ ക്ലാസ്മേറ്റും കൂടി ആയിരുന്നല്ലോ, എനിക്ക് അവളെ കുറിച്ച് നന്നായിട്ട് അറിയാം. എല്ലായിടത്തും അവൾ തന്നെയായിരുന്നു ഫസ്റ്റ്. ഇതിൽ മാത്രമല്ല, ഡാൻസിലും പാട്ടിലും എല്ലാ ആർട്സിനും ഒക്കെ അവൾക്കായിരുന്നു ഫസ്റ്റ്. കലാതിലകമായിരുന്നു അവള്. അതുകൊണ്ട് അവൾ അച്ഛനെ ചെറുതാക്കൊന്നും വേണ്ട. എടാ, ഞാൻ നിന്റെ ഭാര്യനെ ചെറുതാക്കണമെന്നില്ല. അവളെ കേസുകാരിയായിട്ട് വരട്ടെ, അപ്പൊ ഞാൻ നിന്നെയും അവളെയും അംഗീകരിക്കാം എന്ന് പറയാണ്. ശരി എങ്കിൽ അച്ഛൻ അംഗീകരിക്കാൻ തയ്യാറായിക്കോ, അവൾ ഉടനെ തന്നെ അങ്ങനെ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ വെല്ലുവിളിക്കുന്നുണ്ട്. ശേഷം ആര്യൻ ഈ കാര്യം മിത്രടുത്ത് പറയുന്നുണ്ട്. മിത്ര പറഞ്ഞു, അയ്യോ എന്തിനാണ് ആര്യ അങ്ങനെയൊക്കെ വെല്ലുവിളിക്കാൻ പോയത്? എന്താ നിനക്ക് നിന്നിൽ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലും അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. എത്രയോ പേര് എക്സാം എഴുതുന്നതാ, അതിന്ന് IAS ഒക്കെ ആവാനായിട്ട് ഭയങ്കര പണിയാണ്. നിന്നെ കൊണ്ട് പറ്റും. നോക്ക്, ഞാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ വാക്ക് പാലിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ആര്യ, ഇത്രയും വലിയ കാര്യങ്ങളും നിന്റെ തലയിൽ ഇടല്ലേ ആര്യ. നീ IAS കാരിയായേ പറ്റൂ. നിനക്കറിയാലോ, ഞാൻ പോലും പഠിക്കാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് നിനക്ക് IAS കാരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നീ ആയേ പറ്റൂ. നോക്ക്, ആയില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും നിന്നോട് മിണ്ടത്തില്ല കേട്ടോ എന്ന് പറയാണ്. ശരി, ഞാൻ മാക്സിമം പഠിക്കാം, ഞാൻ ശ്രമിച്ചാ പോരാ, നടത്തിയിരിക്കണം എന്ന കാര്യം പറയാട്ടോ. നല്ല രസമുണ്ട് ആ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ തമിഴിൽ ഇപ്പം പ്രശ്നങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.